നിരീക്ഷകൻ ജോസഫ് സി മാത്യു കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, പ്രഥമ ദൃഷ്ട്യാ അനാസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ അപ്പോഴും മന്ത്രിമാരും നേതാക്കളും ഒക്കെ തന്നെ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എവിടെ വീഴ്ച സംഭവിച്ചു എന്ന് കരുതണം? ഇത് സമ്പൂർണമായിട്ടുള്ള ഒരു തകർച്ചയുടെ ചിത്രമാണ് കാണിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, 12 വർഷം മുമ്പ് ഉപയോഗശൂന്യമാണ് എന്ന് വിലയിരുത്തപ്പെട്ട ഒരു കെട്ടിടം, അതിന്റെ നിർമ്മാണത്തിന് 10 വർഷം മുമ്പ് പണം നീക്കി വെച്ചിട്ട് ഇത്ര നാളായിട്ടും അത് ഓപ്പറേഷണൽ ആകാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ആലോചിക്കണം. കിഫ്ബി എന്തിനാ കൊണ്ടുവന്നേ? കിഫ്ബി കൊണ്ടുവന്നത് നാളത്തെ വികസന പ്രവർത്തനങ്ങൾ ഇന്നേ അനുഭവവേദ്യമാക്കാൻ എന്നാ പറഞ്ഞത്. അല്ലാതെ സർക്കാരിന്റെ പണം എടുത്ത് കിഫ്ബിയുടെ ഒരു അക്കൗണ്ടിലിട്ട് പണിയിപ്പിച്ചത് റെഡ് ടേപ്പിസം എല്ലാം ഒഴിവാക്കി എന്തോ വലിയ എക്സ്പെർട്ടീസ് ഉള്ളവര് മോണിറ്റർ ചെയ്യുന്നെന്നാ പറഞ്ഞത്. 10 വർഷമായിട്ട് ഇത് ഓപ്പറേഷണലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് ഒരു കെട്ടിടം അവിടെ കിടക്കുമ്പോൾ ചിലരുടെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റിന് കാത്തുകൊണ്ട് ഇപ്പുറത്തെ ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ വീണ്ടും ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്നു. പോട്ടെ, ഇതൊരു അപകടം ഉണ്ടായ സമയത്ത് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇത് ഉദ്യോഗസ്ഥരാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നില്ലല്ലോ. ഉദ്യോഗസ്ഥരല്ല ഉത്തരവാദികൾ. ഉദ്യോഗസ്ഥരാണ് ഉത്തരവാദികളെങ്കിൽ ആ ഉദ്യോഗസ്ഥര സ്ഥലത്തിരിക്കില്ല. രണ്ടാമത്, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഒരാള് അതിൽ പെട്ടിട്ടില്ല എന്ന് ആശ്വസിക്കാൻ ആർക്കും പറ്റും? അത് ദൂരെ ഇരിക്കുന്ന ഒരു സാമാന്യ മനുഷ്യന്റെ ആശ്വാസമാണ്. പക്ഷെ ഒരു ദുരന്തം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അവിടെ ഒരാളെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് അക്ഷരാർത്ഥത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട ഈ സംവിധാനം മുഴുവൻ കൈകെട്ടി നിൽക്കുകയാണ്. 2 മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് അത് നടക്കുന്നത്. അവര് തടസ്സപ്പെടുത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ത്വരിതപ്പെടുത്താൻ കഴിയുന്നില്ല. പിന്നെ നമുക്ക് മന്ത്രിമാരെന്തിനാണ്? അവരവിടെ എന്ത് ചെയ്യായിരുന്നു? അവരുടെ സാന്നിധ്യത്തിൽ പോലും ഒരു മനുഷ്യജീവൻ അതിനുള്ളിൽ പെട്ടിരിക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? അത് അവരുടെ ആഗ്രഹം പറഞ്ഞതായിരിക്കും. അങ്ങനെ ആഗ്രഹിച്ചാൽ മതിയോ? അതിനാണോ മന്ത്രിമാർ ഈ സംവിധാനവും എല്ലാം ഉള്ളത്? നമ്മൾ കുഴൽക്കിണറിൽ പോകുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ലേ? കടലിൽ പോയി എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞവരുടെ നമ്മൾ ശ്രമിക്കുന്നില്ലേ? ഇതൊരു മനുഷ്യജീവനോടുള്ള ബഹുമാനമാണ്. അർജുനൻ എന്ന് പറയുന്ന ശിരൂരുണ്ടായ അപകടത്തിൽ എത്രയോ ദിവസങ്ങൾക്ക് ശേഷം നമുക്കെല്ലാം അറിയാം ഒരു ജീവിതം നിലനിൽക്കാൻ ഒരു സാധ്യതയില്ല എന്ന്. പക്ഷെ അതിനോട് കാണിക്കുന്ന ഒരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം പോലും അവിടെ കാണിച്ചില്ല എന്നുള്ളതാണ്. പകരം അതിന്റെ സാധ്യത അതൊരു മനുഷ്യജീവനോടുള്ള നിസ്സംഗതയോ മരിച്ചോട്ടെ എന്ന് ആഗ്രഹിച്ചതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പലരും വ്യക്തിപരമായി അറിയാവുന്നവരാണ്, അങ്ങനെ ചിന്തിക്കുന്നവരാവില്ല. പക്ഷേ സ്വയം ന്യായീകരിക്കാനുള്ള വ്യഗ്രതയും ഉത്തരവാദിത്വം മറന്നുപോവുകയാണ്. അതിന് ഒരു സംശയവുമില്ല. അപ്പൊ അതാണ് അവിടെ കണ്ടത്. എന്നിട്ട് പാർട്ടി സെക്രട്ടറി വന്നിട്ട് എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വമേ മന്ത്രിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഉത്തരവാദിത്വമേ ഒരു മന്ത്രിക്കുള്ളൂ എങ്കിൽ പിന്നെ നമ്മൾ അതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ഈ ന്യായീകരണത്തിന് അനുകൂലമല്ല ഇവരുടെ സിദ്ധാന്തത്തിന് എന്ത് പേരിട്ടാ വിളിക്കുക? ഗോവിന്ദ സിദ്ധാന്തം. ഇത് മുഴുവൻ തോന്നിയവാസമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിനോട് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. മരക്കുറ്റികളുടെ സമൂഹമല്ല ഇതൊന്ന് തെളിയിക്കേണ്ട സമയമാണിതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.